ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അഞ്ജിത കെ മനോജ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ എൻ്റെ ടോപ്പിക് വരുന്നത് ന്യൂട്രീഷൻ ബയോകെമിസ്ട്രി ആണ്. ന്യൂട്രീഷൻ ബയോകെമിസ്ട്രിയിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെ കുറച്ച് പോർഷൻസ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ വരുന്ന പോർഷൻസ് ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് BMR അഥവാ ബേസൽ മെറ്റാബോളിക് റേറ്റ്. BMR എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ BMR എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കലോറീസ് റിക്വയർഡ് ടു കീപ് യുവർ ബോഡി ഫങ്ഷനിങ് അറ്റ് റെസ്റ്റ്. അതായത് BMR എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഫങ്ഷൻ, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് എന്തുമാത്രം കലോറീസ്, നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കലോറീസ് ആവശ്യമാണോ അതിനാണ് BMR എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തിക്കും ഓരോ നമ്പർ ഓഫ് കലോറീസ് ആയിരിക്കും. അതായത് ഓരോരുത്തരുടെ BMR-ഉം വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാളുടെ അതേ BMR തന്നെ വേറൊരാൾക്ക് വരണം എന്ന് ഒരു നിർബന്ധമില്ല. അത് അയാളുടെ ബോഡി വെയിറ്റ്, സൈസ്, ഏജ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാളുടെ BMR അഥവാ ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കലോറീസ് റിക്വയർഡ് ടു കീപ് യുവർ ബോഡി ഫങ്ഷനിങ് അറ്റ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കില്ലേ, ആ സമയത്ത് നമ്മുടെ ബോഡീനെ, അതായത് നമ്മൾ ഒരു പണിയും ചെയ്യാതിരിക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള നമ്പർ ഓഫ് കലോറീസിനാണ് BMR അഥവാ ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അത് ഓരോ ആൾക്കാർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളുടെ അതേ BMR റേറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് വരിക. BMR-നെ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം എന്ന് പറയപ്പെടുന്നു. BMR is also known as your body's metabolism. ബോഡിയുടെ മെറ്റാബോളിസം, അതിനെയാണ് നമ്മൾ BMR എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മെറ്റാബോളിക് വെയിറ്റ്, നമ്മുടെ മെറ്റാബോളിക് വെയിറ്റിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ്, അതായത് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ BMR-ഉം ഇൻക്രീസ് ആകും. മനസ്സിലായോ? നമ്മുടെ മെറ്റാബോളിക് വെയിറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പൊ ബോഡി ഫങ്ഷൻ ചെയ്യാനുള്ള നമ്പർ ഓഫ് കലോറീസ്, അതായത് BMR റേറ്റും BMR എന്ന് പറയുന്ന ആ ഒരു ഇതും കൂടും ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ബോഡിയിൽ എത്രയും മെറ്റാബോളിസം നടക്കുന്നുണ്ട്. അതാണ് ഈ ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ BMR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബേസൽ മെറ്റാബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ സർഫസ് ഏരിയ ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് ദി ഇൻഡിവിജ്വലിന്റെ വെയിറ്റുമായിട്ട് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണ്. ഒരാളുടെ ബോഡിയുടെ സർഫസ് ഏരിയ കൂടുമ്പോൾ BMR കൂടും. ഒരാളുടെ വെയിറ്റ് കൂടുമ്പോൾ BMR കുറയും. ലെസ് പ്രൊപ്പോർഷണൽ ആണ് വെയിറ്റുമായിട്ട്. ബട്ട് ബോഡി സർഫസ് ഏരിയ ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡും ആണ് ഈ BMR എന്ന് പറയുന്നത്. നമുക്ക് ഡുബോയിസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മളെ ബോഡി സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. A is equal to W into 0.425 into H into 0.725 into 71.84. ഇതാണ് ഡുബോയിസ് ഇക്വേഷൻ. സർഫസ് ഏരിയ കാണാനുള്ള ഡുബോയിസ് ഇക്വേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. A എന്ന് പറഞ്ഞാല് ബോഡി സർഫസ് ഏരിയ, സ്ക്വയർ സെന്റിമീറ്ററിൽ നമ്മുടെ ബോഡി സർഫസ് ഏരിയ ആണ് A എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഇത് ബോഡി സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്, ഡുബോയിസ് ഇക്വേഷൻ ആണ്. ബോഡി സർഫസ് ഏരിയ കിട്ടിയാൽ നമുക്ക് ഏകദേശം BMR കിട്ടി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ബോഡി സർഫസ് ഏരിയ ആയിട്ട് ഈ BMR ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന്റെ വെയിറ്റുമായിട്ട് ഇത് ലെസ് റിലേറ്റഡ് ആണ്. അപ്പൊ ബോഡി സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി സർഫസ് ഏരിയയുടെ ഇതനുസരിച്ചിരിക്കും ആളുടെ BMR എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ ബോഡി സർഫസ് ഏരിയ ആണ്. സ്ക്വയർ സെന്റിമീറ്ററിലുള്ള ബോഡി സർഫസ് ഏരിയ ആണ് A എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. H എന്ന് പറഞ്ഞാല് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ, അയാളുടെ പൊക്കം, ഹൈറ്റ്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ കിലോഗ്രാംസ്, കിലോഗ്രാമിലുള്ള അയാളുടെ വെയിറ്റ്, അതാണ് W എന്ന
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഡുബോയ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഒരാളുടെ സർഫസ് ഏരിയ, BMR അല്ല, സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഇക്വേഷൻ ആണ് A is equal to W into 0.425 into H into 0.725 into 71.84. അതാണ് ഒരാളുടെ സർഫസ് ഏരിയ കാണാനുള്ള ഡുബോയ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഏരിയ എന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ BMR അഥവാ ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് സർഫസ് ഏരിയയുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡുബോയ്സ് ഇക്വേഷൻ വെച്ചിട്ട് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ആ ഇൻഡിവിജ്വലിന്റെ വെയിറ്റിനോട് ലെസ് റിലേറ്റഡ് ആണ് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. A എന്ന സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡി സർഫസ് ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ, പൊക്കം. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ കിലോഗ്രാം, അയാളുടെ തൂക്കം. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ BMR എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് കലോറീസ് റിക്വയർഡ് ടു കീപ് യുവർ ബോഡി ഫങ്ഷനിങ് അറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ ആക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കലോറീസ്, അതിനെയാണ് നമ്പർ ഓഫ് കലോറീസിനെയാണ്, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് കലോറീസിനെയാണ് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ BMRനെ നമ്മൾ ബോഡി മെറ്റാബോളിസം എന്ന് വിളിക്കും, ബോഡീസ് മെറ്റാബോളിസം എന്ന് വിളിക്കുന്നു. ഒരാളുടെ മെറ്റാബോളിക് വെയിറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അഥവാ എക്സസൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അയാളുടെ ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ BMRഉം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നു. ഇനി അടുത്ത ഇത് നമുക്ക് നോക്കാനുള്ളത് ഈ ബേസൽ മെറ്റാബോളിക് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ധാരാളം ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസത്തിനെ അല്ലെങ്കിൽ ബേസൽ മെറ്റാബോളിക് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BMR. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബോഡി സൈസ്. അതിൽ പറയാനുള്ളത് ബോഡി സൈസ്. അതിൽ പറയാനുള്ളത് the BMR is closely related to the body surface area. ഓൾറെഡി ഒരു തവണ പറഞ്ഞു, നമ്മുടെ ബോഡിയുടെ സർഫസ് ഏരിയയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ BMR കൂടും. ആ ഇൻഡിവിജ്വലിന്റെ വെയിറ്റ് കൂടുമ്പോൾ BMR കുറയും. അതാണ് ബോഡി സൈസ് എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെ BMRനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. BMR is closely related to body surface area. അതായത് ബോഡി സർഫസ് ഏരിയ കൂടുമ്പോൾ BMR കൂടും. ബേസൽ മെറ്റാബോളിസം ഈസ് ലെസ് ഡയറക്ട്ലി റിലേറ്റഡ് either to the height or weight of the individual. ഹൈറ്റും ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വ്യക്തിയുടെ ഹൈറ്റും വെയിറ്റും ആയിട്ട് ലെസ് റിലേഷൻ ഉള്ളൂ BMRന്. അതായത് ഹൈറ്റ് കൂടുക അല്ലെ വെയിറ്റ് കൂടുക ചെയ്യുമ്പോൾ BMR കൂടണമെന്നില്ല. പക്ഷെ അതേ മറിച്ച് ബോഡി സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ BMR കൂടും. ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ബോഡി സർഫസ് ഏരിയ കുറയാണെങ്കിൽ BMR കുറയാം. അതാണ് ക്ലോസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയാനുള്ള സെക്കൻഡ് ഫാക്ടർ, സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏജ്. ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം. The BMR is higher in infants and young children than in adults. പ്രായം കൂടുന്തോറും BMR കുറഞ്ഞാണ് വരുന്നത്. കൊച്ചു കുട്ടികളിൽ ഇൻഫൻസ്, അതായത് ന്യൂ ബോൺ ബേബീസ് അല്ലെങ്കിൽ ഒരു 3-4 വയസ്സുള്ള കുട്ടികളിലെ അല്ലെങ്കിൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും BMR എപ്പോഴും കൂടുതലുള്ളത്. അതാണ് BMRന്റെ എന്ന് പറയുന്നത്. ഏജിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, BMR ഏജിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻഫൻസിലും യങ് ചിൽഡ്രൻസിലും ആണ് BMR കൂടുതലുള്ളത്. അഡൾട്ട്സിൽ BMR കുറവാണ്. ഇൻഫൻസിനെയും യങ് ചിൽഡ്രനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അഡൾട്ട്സിൽ ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ ബോഡിയുടെ ബോഡീസ് മെറ്റാബോളിസം BMR കുറവാണ് അഡൾട്ട്സിൽ. യങ് ചിൽഡ്രൻസിലും ഇൻഫൻസിലും ആണ് കൂടുതൽ. അതേപോലെ തന്നെ ബോഡി കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ the BMR is directly related to the lean body mass. Person with well developed muscles will have a higher BMR than obese person whose higher body weight is due to adipose tissue. അതായത് ബോഡി കോമ്പോസിഷൻ, അതായത് ഒരാള്
നല്ല പൊക്കമുള്ള അല്ലെങ്കിൽ വണ്ണമുള്ള ആണെന്ന് വിചാരിച്ചു. അയാൾക്ക് BMR പൊതുവെ കുറവായിരിക്കും. ബോഡിയുടെ മെറ്റാബോളിസം നടക്കുന്നത് കുറവായിരിക്കും. ലീൻ ബോഡി മാസ്, അത് ഒരു കറക്റ്റ് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാൾക്കായിരിക്കും കറക്റ്റ് ഒരു BMR ഉള്ളത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല മസിൽസ് ഒക്കെ ഉള്ള ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഹയർ BMR ആയിരിക്കും. ബോഡിയുടെ മെറ്റാബോളിസം നന്നായിട്ട് നടക്കുന്നുണ്ടാവും. ഈ ഒബേസ് പേഴ്സണിൽ എന്താണ് ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷെ BMR കുറവായിരിക്കും. ഈ ബോഡി വെയിറ്റ് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ആഡിപ്പോസ് ടിഷ്യൂസിൽ ഫാറ്റ് വന്ന് അടിയുന്നത് കൊണ്ടാണ് ബോഡി വെയിറ്റ് കൂടാനുള്ള കാരണം. ഈ ഒബീസ് പേഴ്സൺ എന്ന് പറഞ്ഞാല് നല്ല വണ്ണമുള്ള ആൾക്കാര്, അവരില് ബോഡിയുടെ മെറ്റാബോളിസം കുറവായിരിക്കും. പക്ഷെ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല മസിൽസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ BMR ബേസൽ മെറ്റാബോളിക് റേറ്റ് കൂടുതലായിരിക്കും. അതാണ് ബോഡി കോമ്പസിഷൻ എന്ന ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബോഡി കോമ്പസിഷൻ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോ നോക്കിയത്. അതേപോലെ തന്നെ ഫീമെയിൽസിലായിരിക്കും മെയിൽസിനേക്കാൾ കുറവ് BMR ഉള്ളത്. മെയിൽസിനായിരിക്കും എപ്പോഴും ബേസൽ മെറ്റാബോളിക് റേറ്റ് കൂടുതലുള്ളത്, ഫീമെയിൽസിന് കുറവായിരിക്കും. അടുത്ത 4ാമത്തെ പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ്. ഇൻ പേഴ്സൺസ് ലിവിങ് ഇൻ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് the BMR is about 10% less than those living in temperate zone. ടെമ്പറേറ്റ് സോണിൽ താമസിക്കുന്ന ആൾക്കാരെക്കാട്ടിലും 10% കുറവായിരിക്കും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക്. ക്ലൈമറ്റ് എങ്ങനെ അഫക്ട് ചെയ്യുന്നത് നോക്കിയാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ടെമ്പറേറ്റ് സോണിൽ താമസിക്കുന്ന ആൾക്കാരെക്കാട്ടിലും 10% BMR കുറവായിരിക്കും. അടുത്ത പോയിന്റ്, 5th പോയിന്റ്, SDA ഓഫ് ഫുഡ്. SDA of food എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്. Food has a stimulating effect on BMR. If a person is post-absorptive state, the BMR has been found to increase by about 8%. This is known as the specific dynamic action of food. ഫുഡിന് BMRൽ എപ്പോഴും ഒരു സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു വ്യക്തി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം BMR 8% കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഫുഡൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് BMR റേറ്റ് എന്ന് പറയുന്നത് 8%. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരെക്കാട്ടിലും 8% കൂടുതലായിരിക്കും. അതാണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഫുഡിന് ഒരു സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത പോയിന്റ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ന്യൂട്രീഷൻ ആവാം, സ്റ്റാർവേഷൻ. ഇത് രണ്ടുമാണ് BMRനെ അഫക്ട് ചെയ്യുന്ന കാര്യം. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും കിട്ടാത്ത കുട്ടികൾ, കിട്ടാത്ത ആൾക്കാർ, അതായത് നന്നായിട്ട് ഫുഡൊന്നും കഴിക്കാതെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒന്നും ബോഡിയിൽ ഇല്ലാത്ത ആൾക്കാരാണ് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അണ്ടർ എന്ന് പറഞ്ഞാൽ കുറവ്. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഒരു ന്യൂട്രിയൻസ് ഉണ്ടാവില്ല, വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും ഉണ്ടാവില്ല, കാർബോഹൈഡ്രേറ്റ്സോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാല് ഭക്ഷണം ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളവരില് 10 to 20% ലെസ് BMR ആയിരിക്കും. BMR ബോഡിയുടെ മെറ്റാബോളിസം എന്ന് പറയുന്നത് 10 to 20% കുറവായിരിക്കും. അതായത് പ്രൊലോങ്ഡ് അണ്ടർ ന്യൂട്രീഷൻ സ്റ്റാർവേഷൻ, അതായത് കുറെ നാള് വിശന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ബോഡിയിൽ കിട്ടാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് 20% ലെസ് BMR മെറ്റാബോളിസം. ഇനി അടുത്തത് സ്ലീപ്പ്. നമ്മുടെ ഉറക്കം ആ BMR ബോഡിയുടെ മെറ്റാബോളിസത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു അതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡിയുടെ മെറ്റാബോളിസം അല്ലെങ്കിൽ BMR ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് 5% കുറവായിരിക്കും. നമ്മൾ ഉണർന്ന ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെക്കാട്ടിലും 5% കുറവായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ. സ്ലീപ്പിന്റെ സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് BMR ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കുന്ന സമയത്തെക്കാട്ടിലും 5% കുറവായിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഫീവർ, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ഫീവർ, പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ബേസൽ മെറ്റാബോളിക് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ സ്ലീപ്പ്, അണ്ടർ ന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ അതിലൊക്കെ പറഞ്ഞത് നമ്മുടെ BMR കുറയുകയെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു പനി വരുന്ന അവസ്ഥ അല്ലെ ഫീവറിന്റെ സമയത്ത് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കൂടുകയാണ് ചെയ്യുന്നത്. For every 10 Fahrenheit rise in the body temperature, BMR increases by about 7%.
ഓരോ 10 ഡിഗ്രി ഫാരൻഹീറ്റിലും 7% വെച്ചിട്ട് BMR കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പറയാം, ഫീവർ ഉണ്ട്, നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കൂടുകയാണ് ചെയ്യുന്നത്, കുറയല്ല കൂടുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു 10% റൈസ് ഉണ്ട്, 10 ഡിഗ്രി ഫാരൻഹീറ്റ് റൈസ് ഉണ്ടായെന്ന് വിചാരിക്കുക അയാളുടെ ബോഡി ടെമ്പറേച്ചറിൽ. അപ്പൊ ബേസൽ മെറ്റാബോളിക് റേറ്റ്, ബോഡിയുടെ മെറ്റാബോളിസം 7% വർദ്ധിക്കുന്നുണ്ട്. എ പേഴ്സൺ വിത്ത് ഹൈ ഫീവർ, അതായത് 105 ഡിഗ്രി ഫാരൻഹീറ്റ്, ഒരു 105 ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ് അല്ല ഫാരൻഹീറ്റ്, ആ 105 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള ഒരാൾക്ക് 50% കൂടുതലായിരിക്കും അയാളുടെ ബോഡി മെറ്റാബോളിസം, അല്ലെ BMR എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നിങ്ങൾ പറയാം, ഫീവറിന്റെ സമയത്ത് BMR കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ 10 ഡിഗ്രി ഫാരൻഹീറ്റിലും 7% BMR വർധനവ് ഉണ്ടാവുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു 105 ഡിഗ്രി ഫാരൻഹീറ്റ് പനി ഉണ്ടെന്ന് വിചാരിക്കാം. അയാളുടെ മെറ്റാബോളിസം, ബോഡി മെറ്റാബോളിസം എന്ന് പറയുന്നത് 50% ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, 9th പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എക്സസൈസോ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതിനാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരാളിപ്പോ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ ശ്രദ്ധിച്ചാൽ അയാളുടെ ബേസൽ മെറ്റാബോളിക് റേറ്റ് ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് എക്സസൈസ് എപ്പോഴും BMR, ബേസൽ മെറ്റാബോളിക് റേറ്റിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് തൈറോയിഡ്. ഹൈപ്പോതൈറോയിഡിസം ഡിക്രീസ് ബേസൽ മെറ്റാബോളിക് റേറ്റ്. അതായത് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റില് ബേസൽ മെറ്റാബോളിക് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. 30% കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഹൈപ്പർ തൈറോയിഡ്, അതായത് തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കൂടുതലാണെങ്കിൽ ബേസൽ മെറ്റാബോളിക് റേറ്റ് 100% ചിലപ്പോൾ ഇൻക്രീസ് ആവാനാണ് ചാൻസ്. അതായത് ആ ഒരാളുടെ കണ്ടീഷൻ അനുസരിച്ച് 100% വരെ ഇൻക്രീസ് ആവാനാണ് ചാൻസ് ബേസൽ മെറ്റാബോളിക് റേറ്റ്. പക്ഷെ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റ്, അതായത് തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കുറവുള്ള ഒരാൾക്കാണെങ്കിൽ ബേസൽ മെറ്റാബോളിക് റേറ്റ് 30% കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസ് ഒബീസ് ആവാനുള്ള കാരണം, വണ്ണം വെക്കാനുള്ള കാരണം. കാരണം അയാളുടെ ബോഡി മെറ്റാബോളിസം ശരിക്കും നടക്കുന്നില്ല, 30% കുറയുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് BMR, ബേസൽ മെറ്റാബോളിക് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ബോഡി സൈസ്, ഏജ്, ബോഡി കോമ്പോസിഷൻ, ക്ലൈമറ്റ്, SD ഓഫ് ഫുഡ്, ന്യൂട്രീഷൻ, സ്ലീപ്പ്, ഫീവർ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, തൈറോയിഡ്. ഇത്രയും ഈ 10 കാരണങ്ങളാണ് നമ്മുടെ ബോഡി മെറ്റാബോളിസത്തിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസൽ മെറ്റാബോളിക് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. എന്തുമാത്രം ന്യൂട്രിയൻസ്, ഓരോ ഇൻഡിവിജ്വൽ ന്യൂട്രിയൻസും എന്തുമാത്രം അളവിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ട് ഫോമിലുള്ള ഒരു സാധനമാണ് RDA അഥവാ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അത് ICMR ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. The RDA is the estimated amount of nutrient or calories per day considered necessary for the maintenance of good health by the Food and Nutrition Board of the National Research Council or National Academy of Sciences. RDA എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി വെക്കാൻ, നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാൻ നമുക്ക് ഡെയിലി ഓരോ ദിവസവും എന്തുമാത്രം അളവില് എല്ലാ ന്യൂട്രിയൻസും എന്തുമാത്രം അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്, അതിനെയാണ് RDA എന്ന് പറയുന്നത്. അതായത് ഈ ചാർട്ട് എന്തിനാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ അളവില് ഒരു ദിവസം കഴിച്ചില്ലെന്നെങ്കിൽ കരുതി കുഴപ്പമില്ല, പക്ഷെ ഡെയിലി കഴിക്കാതെ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ് വരാം, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാം. അതായത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, ബാക്കി ഏത് വൈറ്റമിൻസ് ആയിക്കോട്ടെ, വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വൈറ്റമിൻസും, ബി കോംപ്ലക്സ്, A, C, D, E, ഈ വൈറ്റമിൻസ് ഒക്കെ
എന്തുമാത്രം അളവിൽ, അതുപോലെ തന്നെ മിനറൽസ് എന്തുമാത്രം അളവിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ചാർട്ടാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. Recommended dietary allowance അഥവാ recommended daily allowance RDA are the levels of intake of essential nutrients considered to be adequate to meet the non-nutritional needs of all healthy person. അതായത് ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണ് അയാളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്തുമാത്രം അളവില് അയാളുടെ ബോഡിക്ക് എന്തുമാത്രം അളവില് എല്ലാ ന്യൂട്രിയൻസും കിട്ടണം, എന്തുമാത്രം അയാളെ എത്ര അളവിൽ അയാളുടെ ഫുഡിൽ, അയാളുടെ ഡെയിലി ഡയറ്റിൽ ഈ ന്യൂട്രിയൻസിനെ ഉൾപ്പെടുത്തണം, ഈച്ച് ആൻഡ് എവറി ന്യൂട്രിയൻസ് എന്തുമാത്രം അളവിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ടേബിളാണ് RDA അഥവാ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ഇത് ആരാ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാല് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ് ഓഫ് ദി നാഷണൽ റിസർച്ച് കൗൺസിൽ ഓർ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ആണ് RDA റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. It is also used as a guide to determine the nutritional adequacy of individual diets. ഇതൊരു ഗൈഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഓരോ മനുഷ്യനും എന്തുമാത്രം അളവിൽ ന്യൂട്രിയൻസ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം, അതിനൊരു ഗൈഡൻസ് പോലെയാണ് ഈ RDA എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. The RDA do not cover abnormal problems such as premature birth. അതായത് RDAയിൽ എപ്പോഴും ഒരു ഹെൽത്തി പേഴ്സണിനെ പറ്റി, അതായത് ന്യൂ ബോൺസ് മുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള ആളുടെ കാര്യമല്ല പറയുന്നത്. അസുഖമുള്ള ആൾക്ക് അയാളുടെ ഡെയിലി ന്യൂട്രിയൻസിന്റെ റിക്വയർമെന്റ്സ് വേറെ ആയിരിക്കും. പ്രീമച്ചുവർ ബർത്ത്, അതായത് മാസം തികയാതെ ഉള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഇൻഹെറിറ്റഡ് മെറ്റാബോളിക് ഡിസോർഡർ, അതായത് ജന്മന എന്തെങ്കിലും ഒരു മെറ്റാബോളിക് ഡിസോർഡർ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ, പിന്നെ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ, ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ്, ഏതെങ്കിലും മെഡിസിൻസ് ഡെയിലി കഴിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ അയാളുടെ ന്യൂട്രിയൻസിൽ, അതായത് ഹെൽത്തി പേഴ്സണും അയാളും കൂടെ നോക്കുമ്പോൾ ന്യൂട്രിയൻസിന്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതൊക്കെ അസുഖങ്ങളുള്ള ഒരാൾക്ക് ഇത്ര ന്യൂട്രിയൻസ് പോരാ, അത് കൂടുതൽ ന്യൂട്രിയൻസ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം, എങ്കിൽ അയാൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഹെൽത്തി പേഴ്സണിന്റെ ഇത് വെച്ചിട്ടാണ് RDA ഓരോ ന്യൂട്രിയൻസും എന്തുമാത്രം അളവിൽ ഡെയിലി, മാസങ്ങളോ ആഴ്ചകളിലോ അല്ല, ഡെയിലി എന്തുമാത്രം ന്യൂട്രിയൻസ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. ഡെയിലി ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് പറയുന്നത്. വീണ്ടും വേണ്ട പറയാ, ഡെയിലി ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് RDA പറയുന്നത്. അതായത് അയാളുടെ ഹെൽത്ത് മീറ്റ് ചെയ്യാൻ, വേറെ ഒരു അസുഖങ്ങളോ വേറെ മെഡിസിൻസോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾക്ക് അയാളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുമാത്രം അളവിൽ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, എല്ലാ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ, ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ട്, പിന്നെ എല്ലാ മിനറൽസും. അത് എന്തുമാത്രം അളവിൽ അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം, ഡെയിലി എന്തുമാത്രം അളവിൽ കൺസ്യൂം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ടേബിളാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂസസ് ഓഫ് RDA കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. RDAക്ക് ധാരാളം പ്രാക്ടിക്കൽ യൂസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ടു എനേബിൾ ഗവൺമെന്റ് ടു പ്രഡിക്ട് ഫുഡ് നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഈ പോപ്പുലേഷന് എന്തുമാത്രം ഫുഡ് ആവശ്യമായിട്ട് വരും എന്ന് ഗവൺമെന്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ RDA അഥവാ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടു പ്രൊവൈഡ് ബേസിസ് ഫോർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കോട്ട. അടുത്ത പോയിന്റ്, ടു ഗൈഡ് അഗ്രികൾച്ചറൽ പ്ലാനിങ് പോളിസി. ഒരു അഗ്രികൾച്ചർ പ്ലാനിങ് പോളിസിക്ക് ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യാൻ. ടു ഗൈഡ് പോളിസി ഓഫ് ഫുഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അതായത് ഫുഡ് ഇമ്പോർട്ട്, അതായത് പുറത്തുനിന്ന് ഫുഡ് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ എക്സ്പോർട്ട് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുക, അതിനൊക്കെ ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യുന്നത് ആരാ? ഈ RDA ടേബിൾ ആണ്. അതേപോലെ തന്നെ അടുത്തത്, ടു ഗൈഡ് പ്ലാനിങ് ഓഫ് ന്യൂട്രീഷണലി ആഡ്ക്വേറ്റ് ഡയറ്റ്സ് ഓഫ് ഇൻമേറ്റ്സ് ഓഫ് ലാർജ് കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽസ്, ആർമി ക്യാൻറ്റീൻ എക്സെട്ര. അതേപോലെയുള്ള ഹോസ്റ്റൽസ്, ആർമി ക്യാൻറ്റീൻ, ഹോസ്പിറ്റൽ, അതേപോലെയുള്ള അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്തുമാത്രം ന്യൂട്രീഷണലി ആഡ്ക്വേറ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം, എന്തുമാത്രം എത്ര അളവിലുള്ള ന്യൂട്രിയൻസ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് RDA.
to evaluate the findings of food consumption survey of various population groups. പിന്നെ ഫുഡ് കൺസംഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് കൺസംഷൻ സർവേ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് RDA, റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. To evaluate the adequacy of food supplies in relation to nutritional needs. അതേപോലെ തന്നെ ന്യൂട്രീഷൻ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സപ്ലൈസിന്റെ ആഡിക്വസി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്നതാണ് RDA. To develop and evaluate new products developed by the food industry. ഒരു ഫുഡ് ഇൻഡസ്ട്രി ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അല്ലെ ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. ടു എസ്റ്റാബ്ലിഷ് ഗൈഡ്ലൈൻസ് ഫോർ ലേബലിംഗ് ഓഫ് ഫുഡ് ഫ്രം ദി ന്യൂട്രീഷണൽ സ്റ്റാൻഡ് പോയിന്റ്. ഒരു ന്യൂട്രീഷണൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പല പാക്കറ്റ്സ് ഓഫ് ഫുഡ് എടുത്താലും അതിൽ കാണാം ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ ആ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഈ RDA ടേബിൾ ആണ്. ടു ഡെവലപ്പ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഈ RDA വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് അഥവാ RDA പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് BMRന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ RDA റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഒരാളുടെ RDA അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് RDA അഫക്റ്റ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് RDA. ഫസ്റ്റ് വൺ ഏജ്, ഇൻഫന്റ്, അഡോൾസൻസ് ആൻഡ് ഏജ്ഡ്. അതായത് ഇൻഫൻസിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഇൻഫൻസിനെ ഉൾപ്പെടുത്തും, അഡോൾസൻസിനെ ഉൾപ്പെടുത്തും, അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാരെ ഉൾപ്പെടുത്തും. An infant requires more protein per kilogram of body weight than adolescent, since their metabolic rate is much faster than that of adolescent. ഒരു ടീനേജിലുള്ള കുട്ടികളെക്കാട്ടിലും പ്രോട്ടീൻസ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത് ഇൻഫൻസിലാണ്. അതായത് 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രോട്ടീൻസ് ഒരു ടീനേജിലുള്ള കുട്ടികളെക്കാട്ടിലും കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. ആ ഇൻഫൻസിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ച് കൂടുതൽ പ്രോട്ടീൻസ് ആണ് വേണ്ടി വരിക. അഡോൾസൻസിനെ കാട്ടിലും കൂടുതൽ പ്രോട്ടീൻസ് ആണ് ആ ഒരു ഇൻഫന്റ് ആയിട്ടുള്ള കുട്ടിയുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് വേണ്ടി വരിക. അത് കാരണം എന്താ, ആ ഇൻഫൻസിന്റെ ബേസൽ മെറ്റാബോളിക് റേറ്റ്, അയാളുടെ ഇൻഫന്റ് ആയിട്ടുള്ള അതായത് കൊച്ചുകുട്ടി 3-4 വയസ്സുള്ള കുട്ടികൾക്ക് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ അഡോൾസൻസിനെ കാട്ടിലും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ. അതേപോലെ തന്നെ അഡോൾസൻസ് ഗേൾസ് റിക്വയർ മോർ അയൺ ദാൻ അഡോൾസൻസ് ബോയ്സ് ടു റീപ്ലേസ് അയൺ ലോസ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ എവറി മന്ത്. ഓരോ മാസവും മെൻസ്ട്രേഷൻ അഥവാ പീരിയഡ്സ് സംഭവിക്കുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്. ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അത്ര അയൺ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സെക്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫീമെയിൽസിനായിരിക്കും മെയിൽസിനെക്കാട്ടും അഡോൾസെന്റ് ആയിട്ടുള്ള പ്യൂബർട്ടി എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കായിരിക്കും മോർ അയൺ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. മെയിൽസിനെക്കാട്ടിലും അവരുടെ ഡയറ്റിൽ കൂടുതൽ അയൺ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് ഗേൾസ് ആണ്. കാരണം മെൻസ്ട്രേഷൻ പീരിയഡ്സ് ആവുന്ന സമയത്ത് ബ്ലഡ് പോകുന്നുണ്ട്, അപ്പൊ തന്നെ അയണും കുറെ ബോഡിയിൽ നിന്ന് ലോസ് ആവുന്നുണ്ട്. അതുകൊണ്ട് അഡോൾസെന്റ് ആയിട്ടുള്ള ഗേൾസിന്റെ ഡയറ്റിലാണ് കൂടുതൽ അയൺ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തേണ്ടത്. ഇല്ലെങ്കിൽ അയൺ കണ്ടന്റ് ബോഡിയിൽ നിന്ന് കുറയും, പല പ്രോബ്ലംസും ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്ത പറയാൻ പോകുന്ന ഫാക്ടറാണ് ബോഡി സൈസ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ്, വെയിറ്റ്, സർഫസ് ഏരിയ എക്സെട്ര. Tall, heavily built man needs more calories than small statured man, since his body surface area is more than that of statured man. ടോൾ ആയിട്ടുള്ള ഹെവിലി ബിൽറ്റ് ആയിട്ടുള്ള അതായത് നല്ല പൊക്കവും വണ്ണൊക്കെ ഉള്ള ഒരാൾക്കാണ് മോർ ന്യൂട്രിയൻസ് വേണ്ടി വരിക. പൊക്കം മാറുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ന്യൂട്രിയൻസ് വേണ്ടി വരിക. RDA പ്രകാരം കൂടുതൽ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത് ടോൾ ആയിട്ടുള്ള നല്ല ശരീരമുള്ള ഒരാൾക്കായിരിക്കും കൂടുതൽ ന്യൂട്രിയൻസ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത്. ഇനി അടുത്തത് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ലാക്ടേഷൻ എന്ന് പറഞ്ഞാല് ബ്രസ്റ്റ് ഫീഡിങ്.
പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ആണ് കൂടുതൽ നമുക്ക് ന്യൂട്രിയൻസ് റിക്വയർഡ് ആയിട്ട് വരുന്നത്. സാധാരണ നമ്മൾ ഫുഡിൽ നിന്ന് ആ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു കുട്ടി ഉള്ളിലുള്ളപ്പോൾ ആ കുട്ടിക്കും കൂടി ന്യൂട്രിയൻസ് വേണ്ടത് കൊണ്ട് കൂടുതലായിട്ട് നമ്മളെ ഫുഡിൽ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം. അതിനാണ് ഡോക്ടേഴ്സ് ഓരോ കാൽസ്യം, അയൺ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് പോലെയുള്ള ടാബ്ലറ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ പൊതുവെ ഫുഡിൽ കുറവാണ്. ഫോളിക് ആസിഡ് ഒക്കെ പൊതുവെ കുറവാണ്, ഫുഡിലുണ്ട് എങ്കിലും നമ്മൾ കഴിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം ഇതുപോലെ സപ്ലിമെന്റ്സ് വരുവാണെങ്കിൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ കിട്ടും. നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞാലും ഇത്ര കിട്ടുള്ളൂ, ഒരു പരിധി കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ടാബ്ലറ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? കാരണം പ്രഗ്നൻസിയിലായാലും ലാക്ടേഷനിലായാലും ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം അതൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരും. കാരണം ഒരു ഫീറ്റസ്, ഒരു ബേബി നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പം അത്രയും കൂടുതൽ ന്യൂട്രിയൻസ്, മെയിൻലി അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം അതേപോലെയുള്ള ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം. പിന്നെ അടുത്തത് ടൈപ്പ് ഓഫ് വർക്ക്: സെഡൻഡറി, മോഡറേറ്റ്, ഹെവി. സെഡൻഡറി വർക്കർ requires less calories than heavy worker, since sedentary worker expend less energy than heavy worker during work. ഒരു ഹെവി വർക്കർ, അതായത് ധാരാളം പണിയെടുക്കുന്ന ആൾക്കാരെ കാട്ടിലും ഒരു സാധാരണ രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കുറവ് ന്യൂട്രിയൻസ് മതി. കാരണം കുറവ് കലോറീസ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. കാരണം അയാൾ ഓവർ എനർജി ചെലവാക്കുന്നില്ല, അയാളുടെ ബോഡിയിലുള്ള ഓവർ എനർജി ഒരു മിനിമം ജോലി ചെയ്യുന്ന ആള് ചെലവാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് കലോറീസ് ഉള്ള ഫുഡ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. പക്ഷെ ഹെവി വർക്ക്, ധാരാളം ഒരുമാതിരി പട്ടിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് ധാരാളം കലോറീസ് ഉള്ള ഫുഡ് അയാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതാണ് ടൈപ്പ് ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, RDNA അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഏജ്, പ്രായം, സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, ബോഡി സൈസ്, അതായത് ഒരാളുടെ ഹൈറ്റ്, വെയിറ്റ്, സർഫസ് ഏരിയ അതേപോലെയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് പ്രഗ്നൻസി, ലാക്ടേഷൻ മീൻസ് ബ്രസ്റ്റ് ഫീഡിങ്. പിന്നെ അടുത്തത് ടൈപ്പ് ഓഫ് വർക്ക്: സെഡൻഡറി, മോഡറേറ്റ്, ഹെവി. അയാള് കുറച്ച് ജോലിയാണോ ചെയ്യുന്നത്, അതോ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടോ, അതോ ഇടത്തരം ജോലികളാണോ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും അയാളുടെ കലോറി നീഡ്സും ബാക്കി എനർജി റിക്വയർമെന്റ്സും ബാക്കി ന്യൂട്രിയൻ, ഈ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാളുടെ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ്. ഇത്തരം കാര്യങ്ങളാണ് RDNA അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത റെഫറൻസ് വുമൺ, റെഫറൻസ് മാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. റെഫറൻസ് മാൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന റെഫറൻസ് മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള്, അതായത് ഹെൽത്തി ആയിട്ടുള്ള 20-നും 39 വയസ്സിനും ഇടയിലുള്ള ഒരാൾക്ക്, അയാൾക്ക് ഒരു 55 കിലോ, അയാളാണ് റെഫറൻസ് മാൻ എന്ന് പറഞ്ഞ് പ്രതിനിധീകരിക്കുന്നത്. അയാൾക്ക് ഒരു ഡിസീസും ഉണ്ടാവില്ല. ഹി ഈസ് ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ് വർക്ക്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിന് അയാൾ ഒരു ഫിസിക്കലി ഫിറ്റ് ആണ്. ഓൺ ഈച്ച് വർക്കിംഗ് ഡേ, എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഹി ഈസ് എംപ്ലോയ്ഡ് ഫോർ 8 hours ഇൻ ആൻ ഓക്യുപ്പേഷൻ. 8 മണിക്കൂർ അയാൾ ജോലി ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഇൻവോൾവ്സ് മോഡറേറ്റ് ആക്ടിവിറ്റി. ഹെവി വർക്കല്ല, ലോ ആക്ടിവിറ്റി വർക്കും അല്ല, ഒരു മോഡറേറ്റ് ഇടത്തരം ജോലികൾ, അതായത് ഓവർ നമുക്കിങ്ങനെ കുറെ ബുദ്ധിമുട്ട് ചെയ്യേണ്ട ജോലിയും അല്ല, എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ജോലിയല്ല, ഇടത്തരം ജോലികൾ ചെയ്യുന്ന ആളായിരിക്കും. അതേപോലെ തന്നെ വെൻ നോട്ട് അറ്റ് വർക്ക്, വർക്കിംഗ് ഡേയ്സിൽ അല്ലാത്ത ദിവസം ഹി സ്പെൻഡ്സ് 8 hours ഇൻ ബെഡ്. 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള് 4 to 6 hours സിറ്റിംഗ് ആൻഡ് മൂവിങ് അറൌണ്ട്. അതായത് 4 to 6 മണിക്കൂർ, അതായത് വീട്ടിലുള്ള ജോലികൾ അല്ലെങ്കിൽ ഇതിലൊക്കെ നടന്നിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും. 2 hours ഇൻ വാക്കിംഗ് ഇൻ ആക്റ്റീവ് റിക്രിയേഷൻ ഓർ ഇൻ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്. 2 മണിക്കൂർ ഡെയിലി നടക്കുക, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, വീട്ടുജോലികള്, അല്ലെങ്കിൽ അങ്ങനെ സമയം ചെലവാക്കുന്ന ഒരാളെയാണ് റെഫറൻസ് മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ റെഫറൻസ് വുമൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷീസ് ബിറ്റ്വീൻ 20 to 39 years ഓഫ് ഏജ്. 20 മുതൽ 39 വയസ്സ് വരെ പ്രായം ഉള്ള ഒരാള്. ഹെൽത്തി ആയിരിക്കും, ഫിറ്റ് ആയിരിക്കും. അവർക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 45 kilogram ആയിരിക്കും. She may be engaged for 8 hours in general household work in light industry. ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അല്ലെങ്കിൽ മോഡറേറ്റ്ലി ആക്റ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത സമയത്ത് 8 hours ഇൻ ബെഡ്, 8 മണിക്കൂർ ഉറക്കം. അതേപോലെ തന്നെ ഷീ സ്പെൻഡ്സ് 4 to 6 hours സിറ്റിംഗ് ഓർ മൂവിങ് അറൌണ്ട് ഇൻ ഓൺലി ത്രൂ ലൈറ്റ് ആക്ടിവിറ്റി. ചെറിയ ചെറിയ ജോലികൾ, ഭാരപ്പെട്ട ജോലികളല്ല, ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് 4 to 6 മണിക്കൂർ വരെ ചെലവാക്കുന്ന ഒരാളായിരിക്കും. 2 hours ഇൻ വാക്കിംഗ്, അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ നടന്ന് 2 മണിക്കൂർ അങ്ങനെ വാക്കിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരാളായിരിക്കും. അതാണ് റെഫറൻസ് മാൻ. റെഫറൻസ് വുമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇങ്ങനെയുള്ള ഒരാളാണ് ആരുടെ റെഫറൻസ് മാൻ ആൻഡ് റെഫറൻസ് വുമൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി ആരുടെ ടേബിൾ, അതായത് എന്തുമാത്രം ന്യൂട്രിയൻസ് വേണം എന്ന് ഏകദേശം അവരൊരു ചാർട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ഈ റെഫറൻസ് മാനിനെ റെഫറൻസ് വുമണിനെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇനി അടുത്ത ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് ടേബിൾ ഷോയിങ് എനർജി റിക്വയർഡ് ഫോർ റെഫറൻസ് മാൻ ആൻഡ് റെഫറൻസ് വുമൺ ഇൻ വേരിയസ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. വേരിയസ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു റെഫറൻസ് മാനിന്റെയും റെഫറൻസ് വുമണിന്റെയും എനർജി, ഡെയിലി അയാൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള എനർജി എന്തോരമാണെന്നാണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെഫറൻസ് മാൻ ആണെങ്കിൽ 2320 കിലോ കലോറിയാണ് ഡെയിലി വേണ്ടത്. അതേസമയം വുമൺ ആണെങ്കിൽ, ലോ ആക്ടിവിറ്റിയിലുള്ള വുമൺ ആണെങ്കിൽ 1900 കിലോ കലോറിയാണ് വേണ്ടത്. അതേപോലെ തന്നെ മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു മാൻ ആണെങ്കിൽ അയാൾക്ക് ഡെയിലി 2730 കിലോ കലോറിയാണ് വേണ്ടത്. മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വുമൻ ആണെങ്കിൽ അയാൾക്ക് 2230 കിലോ കലോറിയാണ് വേണ്ടത്. ഇനി അടുത്തത് ഹെവി ആക്ടിവിറ്റി, ഭയങ്കരമായി ഭാരപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഒരാളാണ്, ഒരു മാൻ ആണെങ്കിൽ, അതായത് 20ക്കും 39നും ഇടയിൽ പ്രായമുള്ള റെഫറൻസ് മാൻ ആണെങ്കിൽ അയാൾക്ക് 3490 കിലോ കലോറിയാണ് വേണ്ടത്. അതേസമയം ഹെവി വർക്ക് ചെയ്യുന്ന ഒരു റെഫറൻസ് വുമൺ ആണെങ്കിൽ അയാളുടെ ഡെയിലി ഉള്ള എനർജി കിലോ കലോറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2850 ആണ് ആൾക്ക് ഡെയിലി വേണ്ടത്. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റെഫറൻസ് മാൻ എന്താ, റെഫറൻസ് വുമൺ എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റെഫറൻസ് വുമൺ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ പ്രായമുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആള്, മാൻ ആയാലും വുമൺ ആയാലും. അയാള് ഡെയിലി ഈ പറഞ്ഞ പോലെ ഇത്ര മണിക്കൂർ ഉറങ്ങുന്നു, ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ സാധാരണ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് എന്തുമാത്രം എനർജി എന്നല്ല, ബാക്കി ന്യൂട്രിയൻസ് എന്തുമാത്രം വേണം, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് RDA ആ ഒരു ഡെയിലി ന്യൂട്രിയൻ റിക്വയർമെന്റ്സിന്റെ ഒരു ടേബിള് പുറത്തുവിട്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ആണെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ICMR committee recommended an additional allowance for the entire pregnancy. ഫസ്റ്റ് മന്ത് മുതൽ 10 മന്ത് വരെ 300 കിലോ കലോറി, മെയിൻലി സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും 300 കിലോ കലോറി പെർ ഡേ. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിനെക്കാട്ടിലും 300 കിലോ കലോറിയും കൂടെ അഡീഷണൽ കിട്ടുന്ന, ഒരു നേരമല്ല ഒരു ദിവസം ഫുള്ള് നോക്കുകയാണെങ്കിൽ 300 കിലോ കലോറി കൂടി അഡീഷണൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് വേണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈം പീരീഡിൽ കഴിക്കാൻ, എസ്പെഷ്യലി സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും. ദ കമ്മിറ്റി ഹാസ് എസ്റ്റിമേറ്റഡ് ദ അഡീഷണൽ റിക്വയർമെന്റ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 6 months ഓഫ് ലാക്ടേഷൻ ആസ് 550 കിലോ കലോറി. അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് 6 മാസം വരെ, ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം വരെ ഡെയിലി 550 കിലോ കലോറി അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഫുഡ് വേണം കഴിക്കാൻ. അതേപോലെ തന്നെ 7 to 12 months, ബാക്കിയുള്ള 6 മാസം കഴിഞ്ഞ് 7 to 12 months വരെ 400 കിലോ കലോറി പെർ ഡേ അഡീഷണൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് വേണം കഴിക്കാൻ. അതാണ് പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഉള്ള, അതായത് പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും എപ്പോഴും നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻ റിക്വയർമെന്റ്സ്, അതേപോലെ തന്നെ എനർജി റിക്വയർമെന്റ്സ് കൂടുതലായിരിക്കും. സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്. സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ് അഥവാ SDA എന്ന് പറയുന്നത്, സോറി അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു.
ഈ RDയുടെ കേസ് പറയുകയാണെങ്കിൽ ഇൻഫൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ the energy requirements of infants during the first 6 months of life can be estimated from the observed intakes of breast milk by healthy infants from a healthy mother. ഒരു 6 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് നന്നായിട്ട് ആ കുട്ടി ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി മെതഡ് നന്നായിട്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട എനർജി റിക്വയർമെന്റ്സ് അതിൽ മീറ്റ് ചെയ്യും. An intake of 850 ml of human milk per day will provide on an average 120 kilocalorie per day during the first 3 months. ആദ്യത്തെ 3 മാസം ഏകദേശം 850 ml of human milk ആ കുട്ടി കുടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 120 kilocalorie per day ആ കുട്ടിക്ക് വേണ്ട എനർജി കിട്ടിക്കഴിഞ്ഞു. 120 kilocalorie per day ആണ് വേണ്ടത്, അത് കിട്ടിക്കഴിഞ്ഞു. 850 ml of മിൽക്ക്, ഏകദേശം 850 ml ഓഫ് ഹ്യൂമൻ മിൽക്ക് ഒരു ഹെൽത്തി മദറിൽ നിന്നും ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അന്നത്തെ ദിവസം ആവശ്യമായിട്ടുള്ള എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു 3 മാസം വരെ. അത് കഴിഞ്ഞിട്ട് 3 മാസം മുതൽ 6 മാസം വരെ ആണെങ്കിൽ എനർജി ഇൻടേക്ക് ഫ്രം ബ്രസ്റ്റ് മിൽക്ക് ഈസ് സ്ലൈറ്റ്ലി ലെസ്. ഈ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നുള്ള എനർജി ഇൻടേക്ക് എന്ന് പറയുന്നത് കുറച്ച് കുറയും. അതേപോലെ തന്നെ ആഫ്റ്റർ 6 months of age, the quantity of milk, breast milk secreted will be inadequate to meet the energy needs of the infant. ഒരു 6 മാസത്തിന് ശേഷമാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടത്ര എനർജി ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ പോലും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് തികയാതെ വരും. ആ കുട്ടിയുടെ എനർജി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ, ആ കുട്ടിക്ക് അന്നത്തെ ദിവസം ആവശ്യമായിട്ടുള്ള കിലോ കലോറീസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് 6 മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രമല്ലാതെ ബാക്കി ഫുഡ് ഐറ്റംസും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കൊടുക്കണം എന്ന് പറയുന്നത്. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രം മതി, പക്ഷെ 6 മാസം കഴിഞ്ഞാല് ബാക്കി ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് 6 മാസം കഴിഞ്ഞാൽ കുട്ടിക്ക് ക്ഷീണം വരും. 0 to 6 months ആണെങ്കിൽ 92 kilocalorie per kilogram per day ആണ്. 1 കിലോഗ്രാമിന് 92 kilocalorie ആണ് ഒരു ദിവസം പറയുന്നത്, 1 കിലോഗ്രാമിന്. അതേപോലെ തന്നെ 6 to 12 months ആണെങ്കിൽ 112 kilocalorie per kilogram. 1 കിലോഗ്രാമിന് 112 kilocalorie വെച്ചിട്ടാണ് ഒരു ദിവസത്തെ പറയുന്നത്. ഇനി അഡൽട്സിന്റെ കേസിലാണെങ്കിലാണ് നമ്മൾ റെഫറൻസ് വുമനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നല്ല ഡെയിലി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്. സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ SDA. ഞാൻ പറഞ്ഞു നമ്മുടെ ഫുഡിൽ ന്യൂട്രിയൻസ് ഉണ്ട്. മെയിൻ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്. ഇത്രയുമാണ് മെയിൻ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല്. അതില് പ്രോട്ടീന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡിനാണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് കൂടുതലുള്ളത്. 30% ആണ് പ്രോട്ടീന്റെ SDA അഥവാ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് വെറും പ്രോട്ടീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്, വെറും 6% ഉള്ളൂ കാർബോഹൈഡ്രേറ്റിന്റെ. ഇനി ഫാറ്റ് എടുത്താൽ കാർബോഹൈഡ്രേറ്റിനെക്കാട്ടിലും കുറവാണ്, 4% മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ അഥവാ SDA എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാ? പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രോട്ടീന് 30% ആണ് SDA അഥവാ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ 6% ആണ് കാർബോഹൈഡ്രേറ്റിന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫാറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് വെറും 4% ആണ്. ഒരു മിക്സഡ് ഡയറ്റ്, അതായത് ഈ മൈക്രോന്യൂട്രിയൻസും മെയിൻലി മൈക്രോന്യൂട്രിയൻസ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഈ മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിയ ഒരു മിക്സഡ് ഡയറ്റില് അതിന് SDA എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഏകദേശം ഒരു 62.5 gram അയാളുടെ അന്നത്തെ ഡയറ്റിലുണ്ടെന്ന് വിചാരിക്കാം. അന്നത്തെ ആ ഒരു നേരത്തെ ഭക്ഷണത്തിലുണ്ടെന്ന് വിചാരിക്കാം. ആ ഭക്ഷണത്തിൽ തന്നെ 10 gram ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അയാൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ഡയറ്റിൽ, മിക്സഡ് ഡയറ്റ് എന്നല്ല പറഞ്ഞത്,
ആ ഒരു ഭക്ഷണത്തിൽ 10 gram ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ 10 gram പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മിക്സർ, അതായത് 62.5 gram കാർബോഹൈഡ്രേറ്റും 10 gram ഫാറ്റും 10 gram പ്രോട്ടീനും അടങ്ങിയ ഫുഡ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ആ മിക്സഡ് ഡയറ്റിന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് 8% ആണ്. ഒന്നും കൂടെ പറയാം. FD എന്ന് പറയുന്നത് പ്രോട്ടീനായിരിക്കും എപ്പോഴും കൂടുതൽ. പ്രോട്ടീന്റെ FD അഥവാ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് 30% ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ 6% ആണ്. ഫാറ്റിന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് 4% ആണ്. ഒരാളുടെ ഭക്ഷണം, അതായത് ഒരാളുടെ മിക്സഡ് ഡയറ്റിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൽ 62.5 gram കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും 10 gram ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും 10 gram പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു മിക്സഡ് ഡയറ്റ് കഴിച്ചു കഴിയുമ്പോൾ ആ ഫുഡിന്റെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് 8% ആയിരിക്കും, 8% ആയിരിക്കും. ഈ നമ്മൾ ഒരു ഫുഡിന്റെ എനർജി വാല്യൂ എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോം കലോറിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടാണ് എനർജി വാല്യൂ എപ്പോഴും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാ ഒരു ഫുഡിന്റെ എനർജി വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോം കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ്. 1 to raise the temperature of 1 kilogram through 10 degree 1 kilo calorie എന്ന് പറയുന്നത് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് വേണം, എന്തുമാത്രം ഹീറ്റ് നമുക്ക് വേണം, എന്തിന് 1 kilogram വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ, അതിന് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് വേണം, അതാണ് 1 kilo calorie എന്ന് പറയുന്നത്. 1 kilo calorie equals 4.186 kilo joules. 1 kilo calorie എന്ന് പറയുന്നത് 4.186 kilo joules ആണ്. അപ്പം 1000 kilo calorie എന്ന് പറയുന്നത് 4186 mega joules ആണ്. 4000 അല്ല, 40,186 mega joules ആണ് ഒരു 1000 kilo calorie എന്ന് പറയുന്നത്. മനസ്സിലായോ? 1 kilo calorie എന്ന് പറഞ്ഞാൽ 4186 kilo joules. 1000 kilo calorie എന്ന് പറഞ്ഞാല് 40,186 mega joules. മനസ്സിലായോ? ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. A balanced diet may be defined as one which contains the various group of food items such as energy yielding foods, body building foods, protective foods in the correct proportion so that an individual is assured of obtaining the minimum requirements of all nutrients. Balanced diet എന്ന് പറഞ്ഞാല് സമീകൃത ആഹാരം, അതാണ് ബാലൻസ് ഡയറ്റിന്റെ മലയാളം എന്ന് പറയുന്നത്. സമീകൃത ആഹാരം, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മളെ ഡെയിലി എന്തൊക്കെ ഉൾപ്പെടുത്തണം? എനർജി യീൽഡിങ് ഫുഡ്, നമുക്ക് നമ്മുടെ ബോഡിക്ക് കലോറി തരുന്ന ഫുഡ് ഐറ്റംസ് അത് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ പ്രോട്ടീൻസ് തരുന്ന ഫുഡ് ഐറ്റംസ് അത് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഫാറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊന്നല്ല, ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അത് ഉൾപ്പെടുത്തണം. അതിനെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടി ഒരെണ്ണം കുറഞ്ഞ് അങ്ങനല്ല. എങ്കിൽ കിലോ കലോറി കൂടുന്നതല്ല, അത്ര എനർജി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ധാരാളം കലോറി കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാം, എന്നിട്ട് പ്രോട്ടീനൊക്കെ കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, അങ്ങനല്ല. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് അതിൻ്റെതായ അളവില്, അതേപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് അതിൻ്റെതായ അളവില്, അതേപോലെ തന്നെ കിലോ കലോറീസ് അല്ലെങ്കിൽ എനർജി തരുന്ന ഫുഡ് അതിൻ്റെതായ അളവില്. ഈ 3 ഫുഡ് ഐറ്റംസും ബാക്കി വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസും ഒക്കെ അതിൻ്റെതായ കൃത്യം അളവില് കിട്ടുന്ന ഫുഡ് ഐറ്റംസ്, ആ ഒരു മിക്സഡ് ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ ഡെയിലി ആഹാരം കഴിക്കാൻ. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം പ്രോട്ടീൻ ഉള്ള ഒരു ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല,
അല്ലെ ബാക്കി കലോറീസും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഫുഡ് മാത്രമേ നമ്മൾ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയാൻ പറ്റില്ല. ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡില് നമ്മളെപ്പോഴും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡും പിന്നെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡും ഫ്രൂട്ട്സും ഒക്കെ കൃത്യം അതിൻ്റെതായ അളവിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയുള്ളതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെയിലി എനർജി റിക്വയർമെന്റ്സും പ്രോട്ടീൻ റിക്വയർമെന്റ്സും ഫാറ്റ് റിക്വയർമെന്റ്സും പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിക്വയർമെന്റ്സും ഒക്കെ ബോഡിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ആർഡിയ പറഞ്ഞ അളവിൽ നമ്മുടെ ബോഡിയിൽ കിട്ടുള്ളൂ, നമ്മളെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ചില ഇപ്പം പ്രോട്ടീൻ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് മസിൽസ് ഒക്കെ ബിൽഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രോട്ടീൻ ഉള്ള മാത്രം ഫുഡ് ഉൾപ്പെടുത്തുകയാണ് ഡെയിലി. ഫാറ്റ് ഉള്ളതൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് അസുഖങ്ങൾ വരും. അങ്ങനല്ല കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഉള്ളതും പ്രോട്ടീൻ ഉള്ളതും ഫാറ്റ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡ് ഒരേപോലെ ഒരേ അളവിലല്ല, പറഞ്ഞ അളവിൽ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ് എപ്പോഴും കൂടുതൽ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ അടങ്ങുന്നത്, അത് കഴിഞ്ഞിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ കഴിക്കുകയാണെങ്കിലാണ് നമ്മളൊരു ഹെൽത്തി ആൻഡ് ഫിറ്റ്, ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇരിക്കുള്ളൂ. ഈ ബാലൻസ്ഡ് ഡയറ്റിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏജ്, സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ, ഫിസിക്കൽ ആക്ടിവിറ്റി, അയാൾ എന്തുമാത്രം ജോലികൾ ഒക്കെ ചെയ്യുന്നുണ്ട്, ഫിസിക്കലി എന്തുമാത്രം ആക്റ്റീവ് ആണ്, പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ്, ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് എനർജി റിക്വയർമെന്റ്സും ബാക്കി ന്യൂട്രിയൻ റിക്വയർമെന്റ്സും ഒക്കെ വേണം. കാരണം ഒരു കുട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് സമയത്താണെങ്കിലും വേണം. അതുകൊണ്ട് ഈ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും, ബാക്കി ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള പേഴ്സണേക്കാളിലും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രായത്തിനനുസരിച്ച് ബാലൻസ്ഡ് ഡയറ്റിന്റെ കമ്പോണന്റ് ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ, അതിനനുസരിച്ച് ബാലൻസ്ഡ് ഡയറ്റിന്റെ കമ്പോണന്റ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇൻ അഡീഷൻ എ ബാലൻസ്ഡ് ഡയറ്റ് ഷുഡ് ഓൾസോ പ്രൊവൈഡ് ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് സച്ച് ആസ് ഡയറ്ററി ഫൈബർ, ആന്റി ഓക്സിഡൻസ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് വിച്ച് ഹാവ് പോസിറ്റീവ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും മാത്രം അടങ്ങിയ ഫുഡ് അല്ലാതെ ഫുഡില് ഡയറ്ററി ഫൈബർ, അതായത് ഫ്രൂട്ട്സ് ഒക്കെ, പിന്നെ ഫ്രൂട്ട്സിന് ഡയറ്ററി ഫൈബർ ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രൊക്കോളി പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊരു അഡീഷണൽ നമ്മുടെ ഹെൽത്തിന് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതേപോലത്തെ ഫുഡ് ഐറ്റംസ് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. A balanced diet should provide around 60 to 70% of total calorie from carbohydrate, 10 to 50% from protein, and 20 to 25% total calories from fat. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡിൽ നിന്നും 60 to 70% കലോറീസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡിൽ നിന്നും 10 to 50% കലോറീസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡിൽ നിന്നും 20 to 25% കലോറീസും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാന്ന് വെച്ചാൽ ബേസൽ മെറ്റാബോളിക് റേറ്റ് അഥവാ BMR-നെ പറ്റി പറഞ്ഞു, അതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷനെ പറ്റി പറഞ്ഞു, പിന്നെ BMR-നെ ബേസൽ മെറ്റാബോളിക് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ബോഡി സൈസ്, ഏജ്, സെക്സ്, ബോഡി കോമ്പോസിഷൻ, അതേപോലെ തന്നെ ക്ലൈമറ്റ്, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്, അണ്ടർ ന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ, സ്ലീപ്പ്, ഫീവർ, ഫിസിക്കൽ ആക്ടിവിറ്റി, തൈറോയ്ഡ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് BMR-നെ അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അടുത്തത് RDA അഥവാ റെക്കമെൻഡ് ഡെയിലി അലവൻസ്. അത് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നു, അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഏജ്, സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ, ബോഡി സൈസ്, ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് പ്രഗ്നൻസി, ലാക്ടേഷൻ, ടൈപ്പ് ഓഫ് വർക്ക്, സെഡൻഡറി, മോഡറേറ്റ്, ഹെവി, അതൊക്കെയാണ് RDA അഥവാ റെക്കമെൻഡ് ഡെയിലി അലവൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ റെഫറൻസ് മാൻ എന്താണ്, റെഫറൻസ് വുമൺ എന്താണ്, പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് എനർജി റിക്വയർമെന്റ്സിലൊക്കെ വരുന്നത്, പിന്നെ അതേപോലെ തന്നെ ലോ ആക്ടിവിറ്റി, മോഡറേറ്റ് ആക്ടിവിറ്റി, ഹെവി ആക്ടിവിറ്റി, ഈ 3 കാറ്റഗറിയിലുള്ള റെഫറൻസ് മാൻ്റെ റെഫറൻസ് വുമന്റെ ഡെയിലി എനർജി റിക്വയർമെന്റ്സ് എത്ര കിലോ കലോറീസ് ആണ് അത് പറഞ്ഞു.
പിന്നെ ഇൻഫൻസ്, അതായത് 6 മാസം വരെയുള്ള കുട്ടികൾക്കും 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും എന്തൊക്കെ രീതിയിലാണ് അവരുടെ എനർജി റിക്വയർമെന്റ്സിൽ ചേഞ്ച് വരുന്നത്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്, അതിനെപ്പറ്റി പറഞ്ഞു. പ്രോട്ടീൻ ആണ് കൂടുതൽ, അത് കാർബോഹൈഡ്രേറ്റ്, അതുണ്ട് ഫാറ്റ്, അങ്ങനെ പറഞ്ഞു. പിന്നെ ഹോം കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് എനർജി വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് പറഞ്ഞു. പിന്നെ 1 കിലോ കലോറി എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞു. 4.186 കിലോ ജൂൾസ് ആണ് 1 കിലോ കലോറി എന്ന് പറഞ്ഞാല്. 1000 കിലോ കലോറി എന്ന് പറഞ്ഞാല് 40,186 മെഗാ ജൂൾസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, എന്തൊക്കെ ഉൾപ്പെടുത്താനാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.